ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തെ, ഇപ്പോൾ ഈ എഡിസന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ വിൽപ്പന നടക്കുന്നതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്, എങ്കിൽ കൂടി ഇവർ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ ഈ ലഹരിക്ക് ഓഫർ പ്രഖ്യാപിക്കുകയാണ്, ചില ദിവസങ്ങളിൽ ഈ ലഹരിക്ക് മറ്റു തരത്തിലുള്ള വിലക്കുറവുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് നിങ്ങളിലേക്ക് ഇത്ര ദിവസം കൊണ്ട് എത്താൻ പോകുന്നു എന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സമാന്തര സംവിധാനം പോലെ, നമ്മളെന്തോ സാധാരണ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്നത് പോലെ ഈ വിൽപ്പന നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണല്ലോ. ഇയാളിൽ നിന്ന്, ഈ എഡിസണിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ തന്നെ നോക്കൂ. അത് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് ഇതിൻ്റെ ഷിപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. അതിൽ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ഈ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇത് ഇപ്പം വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഇപ്പം കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ഡാർക്ക് നെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് വെബിൽ കൂടെ നമ്മളിത് കണ്ടെത്തിയിട്ട് അത് എത്രയോ മാസത്തെ വർഷത്തെ പ്രയത്നഫലമായിട്ടാണ് നമുക്ക് ഈ NCBക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മൂവാറ്റുപുഴക്കാരൻ എഡിസനെ തന്നെ അയാൾ കെറ്റാമെലോൺ എന്ന് പറഞ്ഞ ഒരു ലഹരി, ഈ ലഹരി അവർ വിൽക്കുന്നത് അവർക്ക് ഫേഷ്യലായിട്ട് ചിലർക്ക് ചില ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പേരുകളിൽ കൂടിയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. അതേസമയം ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതിക്ക് മേലെയുള്ള TOR 12P ടൂളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഈ ഡാർക്ക് വെബിൽ കൂടെ കയറി കഴിയുമ്പോൾ അത് ട്രാക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് ആ ടെക്നോളജി അങ്ങനെയാണ് പോകുന്നത്. എൻസ്ക്രിപ്റ്റ് ചെയ്യുന്നിരിക്കുന്ന ടെക്നോളജി അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പം വളരെ നാളത്തെ ശ്രമഫലമായിട്ടാണ് ഇപ്പോഴേ NCB ഇയാളിലേക്ക് എത്തിയത്. അപ്പം ഇയാൾ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഈ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുക, കോടിക്കണക്കിന് രൂപ അയാൾ സമ്പാദിക്കുന്നുണ്ട്. അതുതന്നെയല്ല, നമുക്കറിയാം ഈ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റിനെ 30 വർഷം ആയി ട്രാക്ക് ചെയ്യായിരുന്നു. പക്ഷേ അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷേ അയാളെ ട്രാക്ക് ചെയ്ത് 30 വർഷം എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ, കാസർഗോഡുകാരനെ എടുത്ത് 1999 മുതലുള്ള എക്സ്പ്ലോഷൻ നടത്തുന്നത്. അപ്പോൾ അയാളൊക്കെ സാധാരണഗതി യൂസ് ചെയ്യുന്ന ഏത് രീതിയിലുള്ള വെബാണെന്ന് നമുക്കറിയില്ല. ഉപയോഗിക്കുന്നുണ്ട്, കാരണം വിദേശത്ത് നിന്ന് ഫണ്ട് വരണമല്ലോ. പക്ഷേ അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് വലിയ പാടാണ്. അതിനകത്ത് ഇപ്പോൾ എഡിസൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഉപയോഗിക്കുന്ന ആ ടെക്നോളജിയിലേക്ക് നമുക്ക് അധികം പേർക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാളെ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നു. ഇയാൾ വിദേശത്ത് പോയിട്ടുണ്ട്, ആ എൻഡിലുള്ള ആളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള ടെക്നോളജി എങ്ങനെയാണെന്ന് നമുക്ക് അധികം ഒന്നും അറിയാനും പറ്റില്ല. അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസ് വളരെ വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ ആരും അത് ഉപയോഗിക്കുന്നതല്ല, അവർ തന്നെ ഇതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആ ഡാർക്ക് വെബിലേക്ക് ആദ്യ പ്രവേശനം ലഭിക്കില്ല. ഉണ്ടെങ്കിൽ ചില കോഡ് വേർഡുകളൊക്കെ ഉണ്ടാവുള്ളൂ, അതിലപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ ആരിലേക്കാണ് പോകുന്നതെന്നും അങ്ങോട്ട് പോകുന്ന സാധനങ്ങൾ എന്താണെന്നൊക്കെ കണ്ടെത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വിദേശത്തു നിന്ന് ധാരാളം സാധനം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ഏജൻറ്റാണ്, ആരാണ് കൊടുക്കുന്നത് നമുക്കറിയില്ല, അത് കണ്ടെത്താനും സാധിക്കത്തില്ല. കാരണം അത് ഇൻ്റർനെറ്റിൽ കൂടെ പല രാജ്യങ്ങളിൽ കൂടെ ഇറങ്ങി വരുന്നതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു ഏജൻറ്റ്, ഇവിടുത്തെ ആരാണ്, ഇന്ത്യയിലുള്ള ആളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അയാളെ പണിഷ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ, അല്ലാതെ മറ്റ് എൻഡിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ ഒക്കില്ല. ഇങ്ങനെ ഒരു ആളെ പിടിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ നിരീക്ഷിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെയാണ് അതിനപ്പുറം. കാരണം ഒത്തിരി പേര് ഈ രീതിയിലുള്ള പല കേസുകെട്ടുകളായിട്ട് അത് ഡ്രഗ്സ് മാത്രമല്ല അല്ലാത്ത രീതിയിലൊക്കെ വന്നിട്ട് എങ്ങും എത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു മോഡം ഇരിക്കുന്നത് ചിലപ്പോൾ യൂറോപ്പിലാണെങ്കിലും മറ്റു ഭാഗങ്ങളിലിരിക്കുന്നത് USA നമുക്കൊന്നും അത് അക്സസ് ചെയ്യാൻ കഴിയത്തില്ല, ലൊക്കേറ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇയാൾ 2 വർഷമായിട്ട് എഡിസൺ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് NCBക്കൊന്നും അങ്ങോട്ടൊരു അക്സസ് കിട്ടാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇയാൾ കേരളത്തിലുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലും അയാളെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാസക്കണക്കിനെടുത്തു, 6-7 മാസം എടുത്തു. അത്രയും വിവരം കിട്ടിയിട്ട് പോലും ഡാർക്ക് നെറ്റിനകത്ത് നമുക്ക് കയറാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജാണ്. അതുതന്നെയല്ല,
നമുക്ക് ഈ NDPS ആക്ടിൻ്റെ അതിനകത്ത് ചില പ്രൊവിഷൻസ് നമ്മൾ മാറ്റി എഴുതിയേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരാളെ നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളെ നമ്മൾ അല്ലെങ്കിൽ മെലോഫോൺ അങ്ങനെയുള്ള ഈ മീത ഫോട്ടോമൈനൊക്കെ പോലുള്ള ഒത്തിരി വെറേഷൻസ് ഉണ്ട്. 10-60 വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു കൺവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 7 വർഷം 10 വർഷം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റിയായി. ഇന്ത്യയിൽ അങ്ങനെ ഡെത്ത് പെനാൽറ്റി ഇതുവരെ ആർക്കും കൊടുത്തായിട്ട് കേട്ടിട്ടില്ല. അതേസമയത്ത് തായ്ലൻഡിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ടൈം പിടിച്ചാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഡെത്ത് പെനാൽറ്റി വന്നെങ്കിൽ മാത്രമേ ഇത് നിർത്താൻ ഒക്കുള്ളൂ നമുക്ക്. കാരണം പണിഷ്മെൻറ്റ് അത്ര അഗ്രസീവാണ്, അത്ര കട്ടിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. അപ്പം ഇപ്പം തന്നെ ഈ എഡിസൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് അറിയത്തില്ല. ബാംഗ്ലൂർ IT ഫീൽഡിലുള്ള വളരെയധികം കുട്ടികൾ ഇതുമായിട്ട് ബിസിനസ്സുമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും NCB ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിലുള്ള ഇൻ്റർനെറ്റിനകത്ത് കൂടെ അവരെല്ലാം കയറി പിടിച്ച് 3 പേരെ IT എക്സ്പെർട്ടാണ്. അവരൊക്കെ വർഷക്കണക്കിനായിട്ട് ബാംഗ്ലൂർ IT ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അവരെ ഇപ്പം പിടിച്ച് 3 പേരെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരാളിലേക്ക് എത്താൻ തന്നെ വർഷങ്ങളോളം ചിലപ്പോൾ എടുക്കും.